Hi friends, welcome to the EduZone video class. EduZoneന്റെ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒന്നാമത്തെ പാഠം തീർത്തിരുന്നു. ഒന്നാമത്തെ പാഠത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അഥവാ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന പാഠഭാഗമാണ്. എന്നെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവില്ല. എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ എന്നാണ്. ഞാൻ വേങ്ങര ഭാഗത്തു നിന്ന് വരുന്ന അധ്യാപകനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ഡീറ്റെയിലുകളായിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. നേരെ നമ്മുടെ പാഠഭാഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ പാഠഭാഗം തുടങ്ങുന്ന വാക്ക് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്താണ് ഇന്ത്യൻ ഭരണഘടന അഥവാ വാട്ട് യു മീൻ ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇന്ന് അറിയാൻ പറ്റുന്നത്? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പത്രം വായിക്കുന്ന മക്കളാണ് എങ്കിൽ പലർക്കും കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് ഒരു വിവരമുണ്ടാകും. നമ്മളുടെ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു പുസ്തകമാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് നമ്മളുടെ രാജ്യത്തെ വിളിക്കപ്പെടാറുണ്ട് ഇന്ത്യ ഈസ് എ ഇൻഡിപെൻഡന്റ് ആൻഡ് റിപ്പബ്ലിക് കൺട്രി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യമാണ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ പലർക്കും വരുന്നൊരു സംശയമാണ്, എന്താണ് സാറേ ഈ സ്വാതന്ത്ര്യം, എന്താണ് സാറേ ഈ റിപ്പബ്ലിക്, അവ തമ്മിലുള്ള മാറ്റം എന്താണ്? അതിപ്പോ ഞാൻ നിങ്ങളോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് റിപ്പബ്ലിക് എന്ന് ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. എനിക്ക് 100% ഉറപ്പാണ് പലർക്കും അതിൻ്റെ ഉത്തരങ്ങൾ സംശയമായിട്ടുണ്ടാവും. ആ സംശയത്തിന്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 1947 മഹാത്മാഗാന്ധി അടങ്ങുന്ന ഒരുപാട് നേതാക്കളുടെ കഠിന പരിശ്രമത്താൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഓഗസ്റ്റ് 15 അന്ന് മുതൽ ഇന്ത്യ എന്താണ്? ഒരു സ്വതന്ത്ര രാജ്യമാണ്. അപ്പൊ എന്താ ഈ റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുന്നത്? റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുന്നത് സ്വന്തമായ ഭരണഘടനയുള്ള രാജ്യങ്ങളെ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? റിപ്പബ്ലിക് കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്ത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക, ഈ ലോകത്ത് ഒരുവിധം എല്ലാ രാജ്യങ്ങളും സ്വതന്ത്ര രാജ്യങ്ങളാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളും എന്തല്ല? റിപ്പബ്ലിക് രാജ്യങ്ങളല്ല. എന്ന് വെച്ചാൽ അവർക്കൊന്നും എന്തില്ല? സ്വന്തമായിട്ട് ഭരണഘടന ഇല്ല. അപ്പൊ നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇന്ത്യക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് ഭരണഘടനയുണ്ട്. അപ്പൊ ഈ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ, വളരെ വലിയൊരു ഗ്രന്ഥമാണ്. അതിലെ എല്ലാ നിയമങ്ങളൊന്നും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത്, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ LLB പോലെയുള്ള കോഴ്സുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അവിടെയൊക്കെ നിങ്ങൾ പഠിക്കുള്ളൂ. നമ്മൾ വക്കീലാവുമല്ലോ, ആ ഒരു സമയത്തൊക്കെ പഠിക്കുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് അറിയൽ നിർബന്ധമായിട്ടുള്ള, ഓരോ ഇന്ത്യൻ പൗരനും അറിയൽ നിർബന്ധമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാഠഭാഗം വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ആകെ 3 കാര്യങ്ങൾ മാത്രം ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. വെറും 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് നമ്മൾ പറയാ, ഈ വാക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവകാശങ്ങൾ എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? അതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പാഠത്ത് പറയാം. വിച്ച് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏതെല്ലാമാണ് മൗലിക അവകാശങ്ങൾ? രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക മൗലിക കർത്തവ്യങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ? ഓരോ വ്യക്തിയുടെയും മൗലിക കർത്തവ്യങ്ങൾ എന്തെല്ലാം? മൂന്നാമതായി നമ്മൾ പഠിക്കുക വാട്ട് ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? എന്തെല്ലാമാണ് നിർദ്ദേശക തത്വങ്ങൾ?
ഇതിന് നിങ്ങൾ ചിലപ്പോൾ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും എന്ന് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മൗലിക അവകാശങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ആ പറഞ്ഞ എല്ലാ കാര്യത്തെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് ഏത്, നമ്മുടെ മൂന്നാമത്തെ പാഠമായ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഈ പാഠഭാഗം. നമുക്ക് ഈ പാഠഭാഗത്തിന് എന്ത് ചെയ്യാം, ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൗലിക അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്ന് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൗലിക അവകാശങ്ങൾ എന്തെല്ലാം എന്ന് പഠിക്കാം. മൗലിക അവകാശങ്ങൾ എന്തെല്ലാം എന്ന് പഠിക്കുന്നതിന് മുമ്പേ എന്താണ് മൗലിക അവകാശം എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. മൗലിക അവകാശം അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട് 3. കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 അഥവാ മൂന്നാമത്തെ ഭാഗത്തിനാണ് എന്ത് ഉൾക്കൊള്ളുന്നത്, മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം വാട്ട് യു മീൻ ബൈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞ വാക്ക്, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് ഏത്, മൗലിക അവകാശം. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് മീൻസ് which cannot be denied to a person at any cost. Which cannot be denied to a person at any cost. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ആ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. നമ്മൾ ബാക്കി ഡീറ്റെയിലുകളായിട്ട് പറയാനുണ്ട്, ഏതെല്ലാമാണ് മൗലികാവകാശങ്ങൾ എന്നെല്ലാം നമ്മൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കാം. നമ്മൾ മൗലികാവകാശത്തിൽ വരുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. എല്ലാവരും സമന്മാരാണ്, അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് പിന്നീട് പറയാനുള്ളതാണ്. എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ഒരു അവകാശം മൗലിക അവകാശമായിട്ട് വരുന്ന കാര്യമാണ്. അതിൽ പറയുന്നതാണ് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അതില്ല എങ്കിൽ, അതില്ല, ഈ പണക്കാർക്ക് മാത്രം മറ്റൊരു നിയമം, നമുക്ക് വേണ്ടി മറ്റൊരു നിയമം, പാവപ്പെട്ടവർക്ക് വേണ്ടി മറ്റൊരു നിയമം എന്നിങ്ങനെയാണ് എങ്കിൽ അതൊരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സഹായിക്കുമോ? ഇല്ല. ഒരു മനുഷ്യന് വളരെ നല്ല രീതിയിൽ, അന്തസ്സായ രീതിയിൽ, നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഡിഗ്നിഫൈഡ് ലൈഫ് എന്നാണ് പറയാ, ഒരു അന്തസ്സുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് നിർബന്ധമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം, മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് ഏത്, മൗലിക അവകാശം. ഫണ്ടമെന്റൽ റൈറ്റ്സ് മീൻസ് which cannot be denied to a person at any cost. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, പാർട്ട് 3 ഭാഗം 3 മൗലിക അവകാശങ്ങൾ വന്നിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കൻ അവകാശങ്ങളെ നോക്കിയിട്ടാണ്. We can adopt the fundamental rights from American Constitution. അമേരിക്കയുടെ കയ്യിൽ ആദ്യം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നതിന് ഒരുപാട് കാലം മുമ്പ് തന്നെ അവർ സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് അമേരിക്കൻ സ്വതന്ത്ര സമരം എന്ന് പറയുന്ന കാര്യം. ആ സമയത്ത് നമ്മൾ പഠിക്കും ജെയിംസ് മാഡിസൺ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭരണഘടനയിൽ അദ്ദേഹം എന്ത് ഉൾപ്പെടുത്തിയിരുന്നു, there is fundamental rights, അവിടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ആ മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മൾ എവിടെ കൊണ്ടുവന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കാറുണ്ട്, എന്താണ്, ഇന്ത്യയിലേക്ക് മൗലിക അവകാശങ്ങൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് കൊണ്ടുവന്നത്? We should adopted that fundamental rights from which country's constitution? അത് ഏതാണ് രാജ്യം, ഏതാണ്, അമേരിക്ക. അതുപോലെ തന്നെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അഥവാ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലൂടെയാണ്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്.
1928 നമ്മുടെ ഇന്ന് നമ്മൾ പറയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ഉണ്ടായിരുന്നു മോത്തിലാൽ നെഹ്റു. ഈ മോത്തിലാൽ നെഹ്റുവിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആദ്യമായിട്ട് വാദിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഹൂസ് റിക്വസ്റ്റഡ്, ആരാണ് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്തത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ കീഴിലുള്ളതാണ്? മോത്തിലാൽ നെഹ്റുവിന് കീഴിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആയിരുന്നു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞിട്ട് തരാം. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെ കുറിച്ചായിരുന്നു. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞു. എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലൂടെയാണ് മൗലിക അവകാശങ്ങൾ കൊണ്ടുവന്നത്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഏത് കടമെടുത്തിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏതെല്ലാമാണ് മൗലിക അവകാശങ്ങൾ എന്നാണ്. ഏതെല്ലാമാണ് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. മൗലിക അവകാശങ്ങൾ ഇന്ത്യയിലുള്ളത് 6 എണ്ണമാണ്. എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 6 എണ്ണമാണ്. അവയില് ഏതെല്ലാമാണ് എന്ന് നോക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ് എന്ന് പറഞ്ഞു. There is a fundamental rights are mainly 6. They are, അവ ഏതെല്ലാമാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മളിപ്പോ നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് മലയാളം മീഡിയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 ഭരണഘടന പരിഹാരം കാണാനുള്ള അവകാശം. ഇവ 6 എണ്ണമാണ് മൗലിക അവകാശങ്ങൾ. We can discuss in English. The first one is right to equality. The second one is right to freedom. The third one is right against exploitation. The fourth one is right to freedom of religion. The fifth one is cultural and educational right, and the last and the sixth one is right to constitutional remedies. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ആദ്യത്തെ മൗലിക അവകാശമായിട്ടുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം, ആ അവകാശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റി. എന്താണ് മക്കൾ ഈ സമത്വം എന്ന് പറയുന്ന വാക്ക്? സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും ഈ സമത്വം വേണം, എല്ലാവരും ഒരുപോലെ വേണം എന്നൊക്കെ പറയുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സമത്വം എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ അഥവാ സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിന് മുമ്പിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. അവിടെ ആരെങ്കിലും ഉയർന്നവരെന്നോ ആരെങ്കിലും താഴ്ന്നവരെന്നോ എന്ന് യാതൊരു വേർതിരിവും ഇല്ലാതെ, യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന അവകാശമാണ് ഏത് അവകാശം? സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? ജാതി പറഞ്ഞിട്ട് ഒരാളെ മാറ്റി നിർത്താൻ പറ്റൂല. പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി എന്ന് ചോദിക്കുന്നത് പോലും, ജാതി ഏതാണെന്ന് ചോദിക്കുന്നത് പോലും എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആണാണ് പെണ്ണാണ് എന്ന് പറയുന്ന നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇത് ആണിന് നടക്കുന്ന കാര്യമാണ്, ഇത് പെണ്ണിന് നടക്കുന്ന കാര്യമാണ്, പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് എല്ലാവരും എന്താണ്? തുല്യരാണ്. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഒരാള് ഹൈന്ദവ വിശ്വാസക്കാരനാണ്, അല്ലെ ഒരാൾ ഇസ്ലാമിക വിശ്വാസക്കാരനാണ്, മറ്റൊരാളെ ക്രൈസ്തവ വിശ്വാസക്കാരനാണ്, അതുകൊണ്ട് അവര് മാത്രം കുറച്ചധികം കൊടുക്കുക, മറ്റുള്ളവർക്ക് കുറച്ചധികം കൊടുക്കാതിരിക്കുക, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുക എന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ everyone equal under the law. എല്ലാവരും എന്താണ്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് ആദ്യം തന്നെ ഏതിലൂടെ പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം എന്നതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്താണ് എന്ന് വെച്ചാൽ prohibition of discrimination on the basis of caste, religion, race, sex, place of birth, etc. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്?
സമത്വത്തിനുള്ള അവകാശത്തിൽ രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? വിവേചനങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. വിവേചനങ്ങൾ, എന്തെങ്കിലും തരത്തിൽ വിവേചനങ്ങൾ നടത്തുന്നത് അത് നിരോധിച്ചിരിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ്? കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി സമ്പ്രദായമായിട്ട് ഒരാളെ എതിരെ വിവേചനം കാണിക്കാൻ പാടില്ല. റിലീജിയൻ, മതത്തിന്റെ പേരിൽ വിവേചനങ്ങൾ പാടില്ല. റേസ്, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരാള് കറുത്തതാണോ വെളുത്തതാണോ എന്ന് പറഞ്ഞ് വർണ്ണത്തിന്റെ പേരിൽ അയാളോട് വിവേചനം പാടില്ല. സെക്സ്, വർഗത്തിന്റെ പേരിൽ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനങ്ങൾ പാടില്ല. പ്ലേസ് ഓഫ് ബർത്ത്, ജനന സ്ഥലത്തിന്റെ പേരിൽ. ഇപ്പോൾ ഒരാൾ ഉത്തരേന്ത്യയിൽ ജനിച്ചു, നമ്മളെല്ലാം സൗത്ത് ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ജനിച്ചു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റങ്ങൾ, വിവേചനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ അതാണ് രണ്ടാമതായിട്ട് ഏതിൽ പറയുന്നത്? സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ പറയുന്നത്. അപ്പൊ മൂന്നാമതായി പറയുന്നത് എൻഷ്യൂർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതു നിയമനത്തിൽ അവസര സമത്വം ഉറപ്പാക്കുക. പൊതു നിയമനം അഥവാ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കീഴിലുള്ള ജോലി ലഭിക്കുക, അതിനെയാണ് പൊതു നിയമനം അഥവാ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുക. അതിന് കീഴിൽ എല്ലാവർക്കും അവസരം വേണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടോ പ്രത്യേക ജാതിക്ക് വേണ്ടിയിട്ടോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടോ ഒന്നും യാതൊരു മാറ്റങ്ങളുമില്ല. എവ്രി വൺ ഈസ് ഈക്വൽ. എല്ലാവരും എന്താണ്? സമന്മാരാണ്. Then the next one is abolition of untouchability. തൊട്ടുകൂടായ്മ നിർത്തലാക്കി. എന്താ മക്കൾ ഈ അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ? ഒരു പക്ഷേ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മളെല്ലാം കേട്ട് പഴകിയ കഥയാണത്. നിങ്ങൾ SS പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുന്നതാണ് തൊട്ടുകൂടായ്മ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അഥവാ അൺടച്ചബിലിറ്റി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ഉപ്പാപ്പമാരുടെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേര് പറഞ്ഞ് ഒരു വിഭാഗത്തെ അടിച്ചമർത്തിയിരുന്നു. നിങ്ങൾ താഴ്ന്ന ജാതിയാണ്, നിങ്ങൾ ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരന് ഭക്ഷണം പാത്രത്തിൽ വരെ വിളമ്പില്ലായിരുന്നു. പകരം ചെയ്തിരുന്നത് അവരെന്ത് ചെയ്യും? ഒരു കുഴിയെടുക്കും, മണ്ണിലൊരു കുഴിയെടുക്കും, എന്നിട്ട് ആ കുഴിയിൽ ഇല വെക്കും, അതിലേക്കായിരുന്നു കഞ്ഞി വാർന്നു കൊടുത്തിരുന്നത്. മണ്ണിൻ്റെ വില പോലും മനുഷ്യൻ നൽകാത്ത ഒരു സമൂഹം നമ്മുടെ പൂർവികരായിട്ട് ജീവിച്ചിരുന്നു. മണ്ണിൻ്റെ വില പോലും നൽകാത്തവർ. അത്ര ഒന്നുമല്ല, ഒരുപാട് ക്രൂരതകളായിരുന്നു താഴ്ന്ന ജാതിക്കാരോട് കാണിച്ചിരുന്നത്. ഇപ്പോൾ അത് ഈ അൺടച്ചബിലിറ്റി പോലെയുള്ള, അതുപോലെ ഈ തൊട്ടുകൂടായ്മ പോലെ തന്നെ മറ്റൊന്നായിരുന്നു തീണ്ടിക്കൂടായ്മ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ കാണാൻ പാടില്ല. ഉയർന്ന ജാതിക്കാരൻ നടക്കുന്ന പാതയിൽ പോലും ആര് വരാൻ പാടില്ല? താഴ്ന്ന ജാതിക്കാരൻ വരാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരൻ കണ്ടാൽ അശുദ്ധമായി എന്നാണ് പറയുക. പിന്നീട് എന്ത് ചെയ്യാണ്? താഴ്ന്ന ജാതിക്കാരന് ചാട്ടവാറുകൾ കൊണ്ട് അടി കിട്ടുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കുക. ഒരു ഉയർന്ന ജാതിക്കാരൻ ഒരു നടവഴിയിലൂടെ, ഒരു പൊതു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുക, അതിൻ്റെ കൺവെട്ടത്ത് പോലും, ഇമവെട്ടത്ത് പോലും ആര് വരാൻ പാടില്ല എന്നുള്ളതാണ്. താഴ്ന്ന ജാതിക്കാരൻ വരാൻ പാടില്ല. എത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ അന്ന് നടത്തിയിരുന്നത്. ആലോചിക്കേണ്ടതാണ്. അതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമൂഹമായിട്ട് എല്ലാവർക്കും റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമായിട്ട് നമ്മളെല്ലാം വാദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും സമത്വത്തിനുള്ള അവകാശം എന്ന വാക്കിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ വാക്കിൻ്റെ വാല്യൂ ആണ് നമുക്ക്. അല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നമ്മളെല്ലാം കൊണ്ടും സമ്പന്നമായി, എല്ലാം കൊണ്ടും സന്തുഷ്ടരായി, എല്ലാം കൊണ്ടും തുല്യരായി ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ പലർക്കും, മക്കൾക്ക് നിങ്ങൾക്ക് സംശയം വന്നിട്ടാവും, എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പറയേണ്ട ആവശ്യം? എല്ലാവരും മാഷേ ഇവിടെ തുല്യരല്ലേ? എല്ലാവരും തുല്യരല്ലാത്ത ഒരു കാലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കേരളത്തെ സ്വാമി വിവേകാനന്ദൻ എന്താണ് വിളിച്ചത്? കേരളം ഒരു ഭ്രാന്താലയമാണ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഭ്രാന്താലയം തന്നെയായിരുന്നു നമ്മുടെ നാടൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ടാണ് ഇതുപോലെയുള്ള മൗലിക അവകാശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. Then the last one is abolition of titles. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി.
പണ്ട് കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ജന്മിമാർക്കും ഒരുപാട് പ്രഭുക്കന്മാർക്കും വലിയ വലിയ സ്ഥാനപ്പേരുകൾ നൽകിയിരുന്നു. അവരുടെ കുടുംബത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തിൻ്റെ പേരിൽ വലിയ വലിയ സ്ഥാനപ്പേരുകൾ നൽകിയിരുന്നു. ആ സ്ഥാനപ്പേരുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യാണ്, നിർത്തലാക്കുകയാണ് ചെയ്തത്. ഇനി മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥാനപ്പേരുകളും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിലൂടെ പറഞ്ഞത്? റൈറ്റ് ടു ഈക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം എന്ന ഭാഗത്തിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പലരുടെയും മനസ്സിലൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. സാറ് പറഞ്ഞു എല്ലാവരും തുല്യരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഒരാൾക്കും പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും പൊതു നിയമനത്തിൽ എന്ന് വെച്ചാൽ പബ്ലിക് എംപ്ലോയ്മെന്റിലൊക്കെ എല്ലാവർക്കും തുല്യതയാണ്. പക്ഷേ സാറേ, പലരും ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷേ സാറേ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാറില്ലേ? വുമൻസിന് നമ്മൾ സംവരണം കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ചില ജാതിക്കാർക്ക് സംവരണം നൽകാറുണ്ടല്ലോ. ഈ SC ST എന്നൊക്കെ പറഞ്ഞിട്ട് ജാതിക്കാർക്കെല്ലാം സംവരണം നൽകാറുണ്ടല്ലോ സാറേ. അപ്പോൾ അത് റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് അഥവാ നമ്മുടെ സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ലേ എന്നുള്ളത്? അതൊരിക്കലുമല്ല. കാരണം എന്താ എന്ന് വെച്ചാൽ നമ്മുടെ ഉയർന്ന വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ മടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം അവസരങ്ങൾ ലഭിക്കാത്ത വിഭാഗങ്ങൾ നമ്മൾ വിളിക്കുക മൈനോറിറ്റീസ് അഥവാ ന്യൂനപക്ഷം എന്നാണ്. അവർ ഒന്നെങ്കിൽ വളരെ കുറച്ചായതിനാലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതിനാലായിരിക്കും അവരെന്ത് ചെയ്യുന്നില്ല, മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഉദാഹരണം പറയാം, ആദിവാസി വിഭാഗക്കാർ ഇന്ന് നമ്മളുടെ എല്ലാ ജോലികളിലും അവരുണ്ടോ? ഇല്ല. അവരുടെ ഭാഗം അവരെന്ത് ചെയ്യാണ്, ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, അവർ ഉയർന്നു വന്നുകൊണ്ടേ. അപ്പൊ ഈ ഉയർന്നു വരുന്ന വിഭാഗത്തെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ, ഒന്നും കൂടെ നല്ല ലെവലിലേക്ക് അവരുടെ ജീവിത ശൈലികളെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അവർക്ക് ഒന്നും കൂടെ പ്രയോറിറ്റീസ് കൊടുക്കണം. ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാൾ പരീക്ഷ എഴുതാണെന്ന് വിചാരിക്കാം. അപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കാം. നമ്മൾക്ക് കിട്ടുന്ന മാതിരി എല്ലാ സൗകര്യങ്ങളോട് കൂടെ, എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടെയുള്ള ഒരു വിദ്യാഭ്യാസം ആർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല? ആദിവാസി വിഭാഗത്തിൽ പഠിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ കട്ട് ഓഫ് മാർക്ക്, അവർക്ക് ലഭിക്കേണ്ട മാർക്ക് എന്താണ്, വിജയിക്കേണ്ട മാർക്ക് ഒന്ന് കുറച്ചു കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, അവരെയും നമ്മളെപ്പോലെ സമന്മാരാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെല്ലാം ഈ ഒരു സംവരണങ്ങൾ നൽകുന്നത്, ഇപ്പോൾ സ്ത്രീകളുടെ വിഭാഗത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഈ അടുത്തായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 50% സംവരണം. 50% സീറ്റുകൾ ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അത് ആണുങ്ങളുടെ അവസരം ഇല്ലാതാക്കില്ല. സ്ത്രീകളുടെ പവർ, സ്ത്രീകളുടെ അധികാരങ്ങൾ, സ്ത്രീകളുടെ പദവികൾ കുറവായതിനാൽ അവർക്കും ആ പദവി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്? ആ സംവരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തല്ല ഒരിക്കലും നമ്മുടെ സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എതിരല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ തുടക്കമാണ്, ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത് പാഠഭാഗത്തിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഒരു മൗലിക അവകാശം എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇനി അടുത്ത കാര്യങ്ങൾ, അടുത്ത 5 മൗലികാവകാശങ്ങൾ കൂടെ പറയാനുണ്ട്. അവ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ, ആ പോയിന്റുകൾ എല്ലാവരും നല്ല മക്കളായിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് പോയിന്റുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. വളരെ നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കുക. താങ്ക് യു.